പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിട്ടുള്ള അതിദയനീയമായിട്ടുള്ള പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സജീവമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ CPM തിരുത്തുമോ, തിരുത്താനുള്ള നീക്കങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലാണ് UDF ജയിച്ചത്. ഒരു സീറ്റിൽ CPM ജയിച്ചു, ഒരു സീറ്റിൽ BJP-യും ജയിച്ചു. അപ്പോൾ വലിയ വിജയം UDF-നുണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വയം പുകഴ്ത്തൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിനെ ചിലർ സ്തുതിക്കുന്നു, വേറെ ചിലർ സ്വയമേ സ്തുതിക്കുന്നു, വേറെ ചിലർ KPCC-യെ സ്തുതിക്കുന്നു, മറ്റു ചിലർ ഒരു കോൺഗ്രസ് വാർ റൂം പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ വിജയം ഉണ്ടായത് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സ്തുതിപാടലും പുറംചൊറിയലുമൊക്കെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം UDF-നുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ UDF-ന് ഇത്തവണ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം 2019-ലും 19 സീറ്റിലെ UDF ജയിച്ചിരുന്നു. പക്ഷേ അതുമായി നോക്കുമ്പോൾ ഇത്തവണത്തെ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേറെ ചില പ്രത്യേകതകളും കൂടിയുണ്ട്. വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത്. 1 ലക്ഷം മുതൽ 3.25 ലക്ഷം വരെയാണ് ഭൂരിപക്ഷം. 3.25 ലക്ഷം രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ 3 ലക്ഷത്തിന് മലപ്പുറത്തു നിന്നുള്ള ET മുഹമ്മദ് ബഷീർ ജയിച്ചു. 2.5 ലക്ഷത്തിന് എറണാകുളത്തു നിന്നുള്ള ഹൈബി ഈഡൻ ജയിച്ചു. പിന്നെ 1 ലക്ഷം 1.5 ലക്ഷം വരെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ അനവധിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, MK രാഘവനുണ്ട്, K സുധാകരനുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ആ സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഈ പറഞ്ഞതുപോലെ വലിയ പോർമുഖങ്ങളിൽ നിന്ന് പോരാടി പിന്നെ ജയിച്ചവരാണെന്നൊന്നും ആർക്കും ഒരു അഭിപ്രായമില്ല. ഇപ്പോൾ 2006-ൽ VS അച്യുതാനന്ദൻ്റെ വിജയം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ 2001 മുതൽ 2006 വരെ നടത്തിയിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഒരു നെറ്റ് റിസൾട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ 2024-ൽ UDF-ന് കിട്ടിയ വോട്ടുകൾ അവരുടെ വിജയമെന്ന് പറയുന്നത് അവർ നടത്തിയ സമരത്തിൻ്റെ ബാക്കിപത്രമാണെന്ന് അവർ പോലും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊരു ചുക്കും ചുണ്ണാമ്പും കഴിഞ്ഞ് 2.5 വർഷക്കാലത്തിനിടയിൽ ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ചർച്ചയിൽ ഈ വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 85% കാരണവും സർക്കാർ വിരുദ്ധ തരംഗമായിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങൾ പൊതുവെ എത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഭരണത്തിനെതിരെയും പിണറായി വിജയൻ്റെ വ്യക്തിഗതമായിട്ടുള്ള സമീപനത്തിനെതിരെയുമൊക്കെയുള്ള ജനങ്ങളുടെ വലിയ ഒരു പ്രതിഷേധമാണ് ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ആണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഒരു 10-15% കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെ ശക്തമായി സമരം ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയാണ്. ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മുന്നണി പോരാട്ടം നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ. 2019 എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. വളരെ ഫ്രാക്ചേർഡായിട്ടുള്ള സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ ഇപ്പോൾ ഒരുമിച്ച് നിന്നവരൊക്കെ തന്നെ പല തട്ടിലാണ് നിന്നിരുന്നത്. പക്ഷേ അവരിപ്പോൾ വളരെ ഐക്യത്തോടുകൂടി നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് പോരാടി. ആ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ സ്വാഭാവികമായും മോദിക്കെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആണ് പിന്തുണ കൊടുക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി UDF-ന് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, പിണറായിയോടുള്ള വിരോധം, അതുപോലെ തന്നെ മോദി വിരുദ്ധ വികാരം, അത് കോൺഗ്രസ്സിന് അനുകൂലമായി. ഇതാണ് പ്രധാനമായും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിൻ്റെ കാരണമായി പറയുന്നത്. അല്ലാതെ UDF എന്തെങ്കിലും ചെയ്തുകൊണ്ടാണെന്ന് UDF-കാർ പോലും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു മീറ്റിങ്ങിലൊക്കെ ചിലപ്പം പുറംചൊറിയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് തട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത്രയും വലിയ ഭൂരിപക്ഷം ഇത്രയും സീറ്റ് കിട്ടാൻ UDF ഒന്നും ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്നെനിക്കും തോന്നുന്നില്ല. പക്ഷേ എനിക്കിവിടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത് UDF-ന് ഇത്രയും വലിയ ഒരു നേട്ടം ഉണ്ടായതിൽ
അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും പിണറായി സർക്കാരിനെതിരെയും ഒക്കെ തന്നെ ഇത്രയും വലിയ ജനവികാരം വോട്ടായി ഭൂരിപക്ഷമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരനും കൂടിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ കാരണക്കാരനെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ചയും ഒരിടത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഇവിടെ ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കാം. സുഹൃത്തുക്കളെ, ആ വ്യക്തിയുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. അദ്ദേഹം 5 വർഷക്കാലം കേരളത്തിലെ ഗവർണറായിരുന്നു. ഇപ്പോൾ കാലാവധി തീരാൻ പോവുകയാണ്, വീണ്ടും ഒരു കാലാവധി കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പ്രവർത്തനവും ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളുടെ ജനവികാരത്തെ ഉത്തേജിപ്പിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ള കാര്യം നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. കാരണം ആ ഗവർണർ പദവിയിലിരുന്നു കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം ജനങ്ങളുടെ ഇടയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരങ്ങളെ ജ്വലിപ്പിക്കാൻ കാരണമായി എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവർണറുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്ന ആളാണ് ഞാൻ. ആ രാഷ്ട്രീയം സംബന്ധിച്ച് ഞാൻ പൊതുവിൽ ഗവർണർക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളയാളുമാണ്. പക്ഷേ കഴിഞ്ഞ 2-2.5 വർഷക്കാലത്തെ അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലത്തെ അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ പല അവസരങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷത്തിനേക്കാൾ ബഹുദൂരം മുന്നിലേക്ക് പോയി ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറുടെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകുന്നത് ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഓരോന്നോരോന്നും നമ്മളെടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. ഇപ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം നമ്മളത് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ CPM-ൻ്റെ ഒരു സ്വകാര്യ സാമ്രാജ്യം, ഒരു പേഴ്സണൽ ഫീഫ്ഡം പോലെയല്ലായിരുന്നു കേരളത്തിലെ സർവകലാശാലകൾ. CPM-ൻ്റെ നേതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വൈസ് ചാൻസലർമാർ, CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് അപ്രമാദിത്വമുള്ള സിൻഡിക്കേറ്റുകൾ, CPM എന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാർ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന പ്രൊഫസർമാർ, അധ്യാപകന്മാർ, എല്ലാ സർവകലാശാലകളിലും SFI എന്ന് പറഞ്ഞ ആ സംഘടനയുടെ അക്രമം, അഴിഞ്ഞാട്ടം, ഇതല്ലേ പതിറ്റാണ്ടുകളായി കേരളത്തിലെ സർവകലാശാലകളുടെ മേഖലകളിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ അജഞ്ചലവും പ്രൗഢോജ്വലവുമായിട്ടുള്ള പോരാട്ടമല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ നടത്തിയത്. അതിലെത്രയോ നിലപാടുകൾ. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാലാവധി കഴിയുന്നതിന് തൊട്ടുമുമ്പ് പുനർനിയമനം നൽകണം എന്ന് സർക്കാർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടതിനാലാണ് നിയമനം നടത്തിയതെന്ന് ഗവർണർ. സർക്കാർ സമ്മർദ്ദമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി രവീന്ദ്രൻ്റെ നിയമനം റദ്ദാക്കി. സംസ്കൃത സർവകലാശാല VC ആയിരുന്ന TK നാരായണനെ നിർദ്ദേശിച്ചത് ഒറ്റപ്പേരായി. കുറച്ചുകാലം ഫയൽ ഗവർണർ പിടിച്ചുവെച്ച ശേഷം സർക്കാർ താൽപ്പര്യപ്രകാരം ഒപ്പിട്ടു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള നീക്കം ഗവർണർ സ്റ്റേ ചെയ്തു. അനധ്യാപക ജോലി ചെയ്ത കാലയളവ് അധ്യാപക പരിചയ കാലയളവായി കണക്കാക്കിയെന്നായിരുന്നു പരാതി. അങ്ങനെ എത്രയെത്ര നിലപാടുകൾ. സാങ്കേതിക സർവകലാശാല VC നിയമത്തിന് ഒരു പേര് മാത്രമാണ് സമർപ്പിച്ചെന്ന കാരണത്താൽ ഡോക്ടർ രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെ ഒറ്റ പേര് മാത്രം നിർദ്ദേശിക്കപ്പെട്ട് നിയമിക്കപ്പെട്ട മറ്റെല്ലാ VC-മാർക്കും ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. ഗവർണറുടെയും 3-അംഗ VC നിയമന സമിതിയിൽ ഭൂരിപക്ഷത്തിനായി സർക്കാരിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ പ്രതികളെ ഉൾപ്പെടുത്തി 5 അംഗങ്ങളാക്കുകയും VC നാമനിർദ്ദേശം ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ വേണമെന്നും വ്യവസ്ഥ ചെയ്ത് ബിൽ കൊണ്ടുവന്നു. ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി ബിൽ നിരസിച്ചു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ, സർവകലാശാലകളിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന CPM-ൻ്റെ അപ്രമാദിത്യം, ആധിപത്യം, ഏകാധിപത്യം അതില്ലാതാക്കുന്നതിൽ വലിയ പോരാട്ടമല്ലേ ഗവർണർ നടത്തിയത്. ആ ഏകാധിപത്യം, അപ്രമാദിത്യം ഇല്ലാതാക്കുന്നതിൽ പ്രതിപക്ഷം എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്? ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ഗവർണറല്ലേ നടത്തിയത്. അത് നിർണായകമായിട്ടുള്ളൊരു കാര്യമല്ലേ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ SFI എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാട്ടാള സംഘടന സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ നേരിട്ടിറങ്ങി
പിന്നെ സമരം ചെയ്യുകയല്ലായിരുന്നു ഗവർണർ. തൻ്റെ വണ്ടിയെ, തൻ്റെ ഔദ്യോഗിക വാഹനത്തെ ആക്രമിക്കാൻ വന്ന SFIക്കാരോട് രാത്രിക്ക് രാത്രി റോഡിലിറങ്ങി നിന്ന് നേരിട്ട് വെല്ലുവിളിക്കുന്ന ഗവർണറെയല്ലേ നമ്മൾ കണ്ടത്. കാലിക്കറ്റ് സർവകലാശാലയിലും ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. തനിക്കെതിരെ ബാനർ ഉയർത്തിയിട്ടുള്ള SFIക്കാരുടെ ബാനറുകളെല്ലാം ചെന്ന് ഉദ്യോഗസ്ഥന്മാരുമായി ചെന്ന് അത് ഊരിപ്പിക്കുന്ന ഗവർണർ, മുഖ്യമന്ത്രിയുമായി നേരിട്ട് പോരാടുന്ന ഗവർണർ. നമ്മൾ എത്രയെത്ര പോർമുഖങ്ങളിൽ ഗവർണറെ കണ്ടു. യഥാർത്ഥത്തിൽ ഈ പോർമുഖങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരുന്നത് VD സതീശനെ ആയിരുന്നില്ലേ? എന്നാൽ ഈ പോർമുഖങ്ങളിലെല്ലാം വാലും ചുരുട്ടി VD സതീശൻ ഓടിയപ്പോൾ ആ പോർമുഖങ്ങളിലെല്ലാം ചെന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെയും SFIയുടെയും CPMൻ്റെയും അപ്രമാദിത്വത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു ഗവർണറെ നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ സുഹൃത്തുക്കളെ? എത്രയെത്ര പത്രസമ്മേളനങ്ങളിലൂടെ, എത്രയെത്ര നടപടികളിലൂടെ CPMനെയും ഗവർണറെയും CPMനെയും ഈ സർക്കാരിനെയും ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ കോഴിക്കോട് മിഠായി തെരുവിൽ ചെന്നപ്പോൾ ജനങ്ങൾ കൊടുത്ത സ്വീകരണം നമ്മൾ കണ്ടതല്ലേ? ആ മനുഷ്യന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിട്ടുന്ന സ്വീകരണം നമ്മൾ കണ്ടതല്ലേ? ആ സ്വീകരണങ്ങളെല്ലാം ജനങ്ങൾ കൊടുത്തത് എന്തുകൊണ്ടാണ്? അത് BJPക്കാരുടെ പിന്നെ BJPക്കാരനായതുകൊണ്ടല്ല, BJPയുടെ ഗവർണർ ആയതുകൊണ്ടല്ല. കേരളത്തിലെ ജനവിരുദ്ധമായിട്ടുള്ള പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം പരാജയപ്പെട്ടെടുത്ത് ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും നെഞ്ചുവിരിച്ചു നിന്ന് ആ ഗവൺമെൻറ്റിനെതിരെ, ആ പാർട്ടിക്കെതിരെ, ആ പാർട്ടിയുടെ അക്രമ പ്രവർത്തനത്തിനെതിരെ, അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാം നെഞ്ചുവിരിച്ചു നിന്ന് പോരാടിയത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾ പിന്നെ ഗവർണർക്ക് പിന്തുണ കൊടുത്തത്. എവിടെ ചെന്നാലും സ്വീകരിക്കുന്ന ജനങ്ങൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഒരു വിവാഹത്തിന് ചെന്നാലും യോഗത്തിന് ചെന്നാലും ട്രെയിനിൽ കയറിയാലും വിമാനത്തിൽ കയറിയാലും എവിടെ ഇറങ്ങിച്ചെന്നാലും ബഹുമാനത്തോടുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു BJP അനുഭാവിയായി ഗവർണറായി വന്നുകൊണ്ടല്ല. അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ്. പ്രതിപക്ഷം തകർന്ന സമയത്ത്, പ്രതിപക്ഷം വാലും ചുരുട്ടി ഓടിയ സമയത്ത് നെഞ്ചുവിരിച്ചെന്ന് പിണറായി വിജയനെ എതിർത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ ജനങ്ങൾ അംഗീകരിച്ചത്. അദ്ദേഹവും കൂടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ UDFനാണ് കിട്ടിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സർക്കാർ വിരുദ്ധ മനോഭാവത്തിൻ്റെ നേട്ടം UDFനാണ് കിട്ടിയത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള വികാരം യഥാർത്ഥത്തിൽ BJPക്കും അതിൻ്റെ ഗുണമുണ്ടായി. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ നന്ദി പറയേണ്ടതാണ് അദ്ദേഹത്തോട്. മച്ച് ഒബ്ലൈജ്ഡ് എന്നും പറഞ്ഞ് തൊഴുകയോടെ നിൽക്കേണ്ടതാണ് കെ സുരേന്ദ്രൻ. അല്ലാതെ കെ സുരേന്ദ്രൻ ചെയ്ത സമരം കൊണ്ടൊന്നുമല്ല. കെ സുരേന്ദ്രൻ എവിടെയാണ് സമരം ചെയ്തത്? ഒരു സമരവും കെ സുരേന്ദ്രൻ ചെയ്തില്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണർ ഉയർത്തിയിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ നേട്ടം വലിയ തോതിൽ UDFനാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ UDF പിണറായി വിജയനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറോടും നന്ദി പറയേണ്ടതാണ് UDF. കാരണം ആ വന്ധ്യവയോധികൻ ഈ സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൻ്റെ നേട്ടം അനുഭവിച്ചത് UDF ആണ്. ആ വന്ധ്യവയോധികൻ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഫലം അനുഭവിച്ചത് BJP ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് UDFനുണ്ടായിട്ടുള്ള ഈ വലിയ നേട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ, അതോടൊപ്പം തന്നെ BJP ഉണ്ടാക്കിയ നേട്ടത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഗവർണറാണ് എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ജനവിരുദ്ധ മുഖ്യമന്ത്രിയുടെ രാജിക്കത്ത് സ്വീകരിക്കുന്നതും ആ അസുലഭമായിട്ടുള്ള ആ സന്ദർഭത്തിലും കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഈ ഗവർണറായി തന്നെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ജനവിധിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നന്ദി ഉണ്ടാവണം, നമുക്ക് ബഹുമാനമുണ്ടാവണം എന്ന് കേരളത്തിലെ ജനങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.